സ്വാഗതം. ഇന്നത്തെ ശിവാസ് ബ്ലെസ്സിങ്സ് നിന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്കായി ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം. വിക്ടറി ഓവർ എനിമീസ്, ശത്രുക്കളിൽ നിന്നുള്ള വിജയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഗുഡ് ലക്ക്, സൗഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജി ആണ് ഇത്. ബിസിനസ് സക്സസ്, ബിസിനസ്സിൽ നിങ്ങൾ വിജയം കൈവരിക്കാൻ പോകുന്ന ഒരു ദിനമായിരിക്കും ഇത്. മാലാഖമാരുടെ സന്ദേശം എന്താണെന്ന് നോക്കാം. എന്ത് സന്ദേശമാണ് മാലാഖമാർ നിങ്ങളിലേക്ക് കൊണ്ടു നൽകുന്നത്? ഹെൽപ്പ്ഫുൾ പീപ്പിൾ, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കുക. അതോടെ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഇറ്റ്സ് അപ് ടു യു, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആരുടെയൊക്കെ എനർജി ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരികയാണ്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മാറി പോസിറ്റീവ്നെസ്സിലേക്ക് വരുന്നതായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, ആശയങ്ങൾ വ്യക്തിപരമായിട്ട് വ്യക്തതയോടുകൂടി നിങ്ങൾ പറയുക. അതിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം വരുന്നതായിരിക്കും. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്, ധ്യാനത്തിലൂടെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. റിലേഷൻഷിപ്പ് കാർഡിലൂടെ എന്ത് മെസ്സേജാണ് നൽകാൻ പോകുന്നതെന്ന് നോക്കാം. പാഷൻ, നിങ്ങളുടെ പാഷൻ എന്താണോ അതിലോട്ട് നിങ്ങൾ മാറുക. കീപ് ദ ഫ്ലൈം ഓഫ് പാഷൻ അലൈവ്, ഇറ്റ്സ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ലവ്, സ്നേഹം അതിൻ്റെ ഹൃദയ തുടിപ്പുമായിട്ട് വരികയാണ്. നിങ്ങളുടെ പാഷൻ ഏതാണോ അതിലോട്ട് നിങ്ങൾ മാറുക. ഡെസ്റ്റിനി, ദ റീയൂണിയൻ വിത്ത് യുവർ ട്വിൻ ഫ്ലെയിം ഈസ് എ ഡിസ്റ്റൻറ്റ് ഈവൻറ്റ്. ചില വിധികളുണ്ട്, മുൻവിധി. നിങ്ങളുടെ ആ ഡെസ്റ്റിനിയിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ റീയൂണിയൻ ഉടനെ തന്നെ നടക്കാൻ പോകുന്ന ഒരു എനർജി ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ചില കാരണങ്ങളായിട്ട് മാറി നിന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ യൂണിയൻ ആയിട്ട് വരുന്നതായിരിക്കും. സ്ട്രെസ്സ്, ചിലർക്ക് ചില ഭാരങ്ങൾ, സ്ട്രെസ്സൊക്കെ അനുഭവപ്പെടുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ലൈഫ്, ഇത് ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ട് അനുബന്ധിച്ചാണ്. ആ പാസ്റ്റ് ലൈഫ് കണക്ഷനെ വിട്ടേക്കുക. പുതിയ നമ്മുടെ പോസിറ്റീവായ എനർജികളെ മാത്രം നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകുക. റെസ്പെക്റ്റിവിറ്റി, അതായത് നിങ്ങളുടെ ഹാർട്ട് ചക്രയും മൂലാധാരവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംസാരമൊക്കെ ഉണരുന്ന ഒരു കാലഘട്ടമായിരിക്കാം ചിലർക്ക്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ.